ഗൈസ് അപ്പോൾ ഏകദേശം ഒരു വർഷം മുമ്പ് ഞങ്ങൾ സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ആവേ. അപ്പോൾ ഇന്നിപ്പോൾ മാർച്ചല്ല ഏപ്രിൽ 1 അപ്പോൾ ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ സ്ഥലം എടുത്ത് ഏകദേശം ഒരു വർഷമായിട്ട് അതിലൊന്നും ഞങ്ങൾ ചെയ്യാനോ പിടിക്കാനോ ഒന്നുമില്ല, അങ്ങനെ അടച്ചിട്ടിരുന്നാൽ മേടിച്ചിട്ടില്ല ആവേ. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഒന്നാമത് വേനൽ സമയമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കിണർ കാര്യങ്ങളൊക്കെ ഈ വേനൽ സമയത്ത് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നെന്ന് പറയുന്നത് കിണർ കുഴിക്കാൻ വരുന്ന ദിവസമുള്ളൂ അവൻ. അപ്പം ഇന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുന്നത് വായിച്ചേണ്ട മൊത്തം മൂടോട്ടായിട്ട് ഉറക്കം കിട്ടാണ്ടാണ്ട. അതായത് 6:30 ചിങ്ക് ഉറങ്ങിയത്, ഇപ്പം 8:30 വായിച്ചത്. ഞാനൊരു 7:30 എന്തോ എണിച്ച് വിട്ടാണ്ട്. അതുകൊണ്ട് ഉറക്കം കിട്ടാന്നാണ് വായിച്ചിരിക്കുന്നത്. പിന്നെ അമ്മയും ചിങ്ങളും പുറത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കണമെങ്കിൽ നേരെ അവിടെ പോയി ഒരു 9 മണിനുള്ളിൽ അവർ വരുന്ന പറഞ്ഞത്. ഗൈസ് അപ്പം ഞങ്ങളിതാ പ്ലോട്ടിലെത്തിയിട്ടാ സിംഗിൾ ഇതാ ഇപ്പോൾ ഉറങ്ങിയിട്ട് ഇപ്പോൾ എണിച്ചതിൻ്റെ സൗണ്ട് കേട്ടത് എണിച്ചാണ്. അന്നേരം ഉറങ്ങായിരുന്നു. അപ്പോൾ ഇതാ പണിക്കാരൊക്കെ വന്നുട്ടാ അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് ലോവേ. പിന്നെ അതുപോലെ തന്നെ ഇത് ഞങ്ങൾ മേടിച്ചിട്ട് ഒരു വർഷം ഫുള്ള് അടച്ചിട്ടുകൊണ്ട് തന്നെ ഫുള്ള് കാട് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ. ഗൈസ് ഞങ്ങൾ കണ്ട പുല്ലൊക്കെ വെട്ടി പിറ്റേ ദിവസമൊക്കെ കൂട്ടി കത്തിക്കാൻ വേണ്ടി ഞാനും ജനു ആയുധം എടുത്തു. ജനു ആയുധം എടുത്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ. ഇനിയിപ്പോൾ ഇതൊക്കെ മൊത്തം ഒരുമിച്ച് കത്തിച്ചു വിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഇനി കുറച്ച് കൂട്ടിയിട്ട് ഇതുണ്ട്, അതുപോലെ കുറച്ച് കൂട്ടിയിട്ട് കത്തിക്കണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പണി തുടങ്ങാം. എന്നിട്ട് ഇതൊക്കെ കുറച്ച് ദിവസം മുമ്പ് ഫുള്ള് ക്ലീൻ ചെയ്താണ്. ക്ലീൻ ചെയ്തിട്ട് സ്ഥാനവും കാര്യങ്ങളൊക്കെ കണ്ട് ഇതെവിടെയുണ്ട്. രണ്ടാളിനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് കിട്ടിയത്. പിന്നെ ഈ കല്ലൊക്കെ കല്ല് ഞങ്ങൾ കരിങ്കല്ല് കൊണ്ട് കെട്ടാന്നുള്ളൊരു പ്ലാനിങ് അല്ലോ അപ്പുറത്ത് കരിങ്കല്ല് കൊണ്ട് കെട്ടാന്നുള്ളൊരു പ്ലാനിങ്ങാണ്. അപ്പോൾ ഇതൊക്കെ അവർ പണിക്കാർ വന്ന് നോക്കിയിട്ട് കല്ലടിച്ചിട്ടു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ കല്ലും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം മുമ്പ് അടിച്ചിട്ടു. അപ്പോൾ അവർ വേറെ ഒരു പണിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയപ്പോൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ അവരിതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വായിച്ച് അമ്മയും ഞങ്ങളെല്ലാവരും കൂടി വന്നതാണ്. അപ്പോൾ കിണറിൻ്റെ മാർക്ക് ചെയ്യാൻ കേട്ടോ. നേരത്തെ നിപ്പിച്ചില്ലോ ഇപ്പോൾ പോകും ഞങ്ങൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഗൈസ് അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ് കിണർ ഒഴിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്നിട്ട് പിന്നെ ആ സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് പിന്നെ അവർ ഇന്നലെ മാത്രം കുഴിച്ച് ഞാൻ കാണിച്ചില്ല കേട്ടാ. ഇന്നലെ ഇപ്പോൾ ഇത്രയാക്കിയിട്ടാ. ഇതിൽ കാണുമ്പോൾ എത്രയ്ക്ക് കുഴി അറിയുന്നറിയില്ല. ഇപ്പോൾ ആ കൈക്കോട്ടിൻ്റെ ഒരു കാല് വെച്ചിട്ട് ഏകദേശം ഒരു കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നലെ അത്രയും കുഴിച്ചു. പിന്നെ അതിന് ശേഷം ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് വാവിച്ച് അമ്മയൊന്നും വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് വന്നത്. ഇന്ന് ഇനിയിപ്പോൾ അവർ വരണമെന്നില്ല. അപ്പോൾ അവർ വന്ന് പണിയെടുക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടി വന്നു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം എന്നിട്ട് പോകും. അപ്പോൾ അത് അവർ പണിക്കാർ ഒരാൾ വന്നു. ഇനി ബാക്കി 3 ആളും കൂടി വരാനുണ്ട്. അങ്ങനെ ഇന്നത്തെ പണിയും കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ അവർ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയായിട്ടാ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തൊക്കെ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട്. രാവിലെ കുറച്ച് പണിയുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഫുള്ളായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഇത്രയായിട്ടാ. നമ്മൾ കിണർ പണി തുടങ്ങിയിട്ട് ഇന്നൊക്കെ 6ാമത്തെ ദിവസമായിട്ടാ. അപ്പോൾ 3 ദിവസം കറക്റ്റ് കണീസായി വന്നു. പിന്നെ 4ാമത്തെ ദിവസം തുറന്നു കൊടുത്തിട്ട് പോയി. പിന്നെ വരാനൊന്നും അങ്ങനെ പറ്റിയില്ല. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് അവർ ലീവായിരുന്നു. കാരണം ഇപ്പോൾ 4ാമത്തെ ദിവസം ഇത്രയും കുഴിച്ചു. അപ്പോൾ കുറച്ച് ഹൈറ്റ് ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മറ്റേ ചകടല്ല ചുറ്റിയിട്ട് അവർക്ക് മണ്ണും കാര്യങ്ങളൊക്കെ മുകളിൽ എടുക്കുന്നത് അതില്ലാണ്ട് പറ്റില്ല. അപ്പോൾ അത് വേറൊരു സൈറ്റിലായതുകൊണ്ട് അവർ ഇന്നലെ ലീവാക്കി. ഇന്നിപ്പോൾ 6ാമത്തെ ദിവസം വന്നപ്പോൾ അവർ മറ്റേ ചകടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇന്ന് വരും. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അല്ലെങ്കിൽ കയറും കൊണ്ട് വെറുതെ വലിച്ചെടുക്കുമ്പോൾ പണി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചകടെടുക്കാൻ വേണ്ടി പോയിരിക്കണം. അപ്പോൾ അതെടുത്തിട്ട് വന്നിട്ട് ഇന്ന് ബാക്കി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഞങ്ങളില്ലേ വൈകിട്ടായത് അവരൊക്കെ പോയതിന് ശേഷം വാവിച്ചമ്മയും കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞങ്ങളങ്ങനെ അവർ ഫസ്റ്റ് ദിവസം വന്നാണ്.
അപ്പോൾ എന്തായാലും എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വന്നാണ്. സിംഗറൂത്ത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ ഉറക്കമപ്പിൽ നിൽക്കുകയാണ്. ഉറങ്ങി എണീറ്റിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ വന്നാണ് കേട്ടോ. രണ്ടാളിങ്ങനെ ഉറക്കമപ്പിലിരിക്കുകയാണ്. അപ്പോൾ ഇതാ വെച്ച് നോക്കണം ഗൈസ്. അപ്പോൾ ഇന്നിതാ ഇത്രയായി. പിന്നെ അതുപോലെ തന്നെ ഒരു ചകടിയും കാര്യങ്ങളൊക്കെ വെച്ചു കൂട്ടാ. അപ്പോൾ അതുകൊണ്ട് പണി കുറച്ചുകൂടെ സ്പീഡാവും. കാരണം അവർക്ക് ആഴത്തിൽ എടുത്തെറിയാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇതാകുന്ന സമയത്ത് സ്പീഡ് ആക്കാനായിട്ട് പറ്റും. ഇല്ലേ സിംഗറും ഇല്ലേ ഇതിൽ കൂടെ എന്താണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൽ വായിച്ചിന് അമ്മനെ കണ്ടിട്ട് ഇങ്ങനെ ഫോണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഉറക്കം മപ്പിലിരിക്കുന്നു ബട്ടാ. ഗൈസ്, അപ്പോൾ ഇന്ന് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നോക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ അമ്മയുണ്ട്. എത്രയായി എന്നുള്ളൊരു ഇത് ഞാൻ മാത്രമല്ല വരുന്നുള്ളൂ. അപ്പോൾ വച്ചിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി വന്നു. അതൊന്നാമത് ചകട് വെച്ചപ്പോൾ ഒന്നുകൂടെ സ്പീഡായി. പിന്നെ മണ്ണും കുറച്ചൊന്ന് ഫ്രീ ആയി. അപ്പോൾ തണ്ട ഇപ്പം ആഴം അത്യാവശ്യം അറിയുന്നുണ്ട് ഫോണിൽ കേട്ടാ. ഇപ്പം ഇത്രയായി കേട്ടാ. കിണർ കുഴിക്കൽ ഇപ്പോൾ ഇന്നലെ ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ കുഴിച്ചിട്ട് പിന്നെ നിർത്തിയിട്ട് അവർ വിളിച്ചിട്ട് പറഞ്ഞു പാറ കണ്ടു പറഞ്ഞു. അല്ലേ പാറ കണ്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം കേട്ടാ. ഇതിൽ ഫോണിൽ അറിയുമോയെന്നറിയില്ല. ഇതണ്ട അപ്പോൾ ഇത് ഈ പരത്തി വെച്ചിരിക്കുന്നത് മൊത്തമായിട്ടുള്ള പാറയാണ് അല്ലേ. എന്നിട്ട് ഇന്നലെ അവർ നിർത്തിയിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നിർത്തിയിട്ട് പോയി. എന്നിട്ട് പൊട്ടിക്കുന്നവരെ വിളിച്ചിട്ട് ഇന്നലെ വിളിച്ച് സെറ്റാക്കി. അപ്പോൾ അവർ അങ്ങനെയല്ല, ഇത് പരന്നിട്ട് എന്നിട്ട് അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്ന് വരാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന വഴി ഒന്ന് ഗേറ്റ് ഒന്ന് തുറന്നു കൊടുത്തിട്ട് അങ്ങനെ പോകുമ്പോൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ എത്തുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ കിണർ പണിക്കാർ വന്നിട്ടുണ്ട്. മറ്റേ വണ്ടിൻ്റെ ആൾക്കാർ മാത്രം വന്നിട്ടില്ല, മറ്റേ ഈ പൊട്ടിക്കാനുള്ളത്. അപ്പോൾ അവർ വന്നിട്ട് ഇന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നറിയുള്ളൂ അവ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്ങനത്തെ പാറയാണെന്ന് കാണിച്ചു തരാം. ഇതണ്ട, ഇത് മൊത്തം അതിന് പൊട്ടിച്ചെടുത്ത പാറയാണ്. പൊട്ടിച്ച മൊത്തം അവർ വാരി മേലിലേക്ക് ഇട്ടു. പിന്നെ ഒരു പൊട്ടിക്കലും കൂടി പൊട്ടിച്ചിട്ട് ഇനി എന്താ അവസ്ഥ എന്നറിയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വന്ന് ഗേറ്റ് മറ്റേത് തുറന്നു കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി തുറക്കാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ അവർ 8:30 എത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇന്നും കൂടി നോക്കി ഏകദേശം ഒരു ഐഡിയ കിട്ടും വെള്ളത്തിൻ്റെ. ഗൈസ്, അങ്ങനെ 2 പൊട്ടിക്കൽ പൊട്ടിച്ച് ലാസ്റ്റ് അതിൽ പാറയൊക്കെ എടുത്തതിന് ശേഷം എന്തായി വെള്ളം കണ്ടു ഗൈസ്. കണ്ട വെള്ളം. അപ്പോൾ ആ ഒരു പോഷൻ മാത്രം എടുത്തിട്ട് നമുക്ക് വെള്ളത്തോളം കയറും നോക്കാൻ വേണ്ടിയിട്ട് അവർ എടുത്ത് വെച്ചാണ്. അത് ഫുള്ളായില്ലേ? ഇന്ന് പിന്നെ ഒരു മഴയ്ക്ക് ഒരു കോളുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഇനി രാവിലെ വരുമ്പോൾ ഉറവേതാ മഴ ഏതാന്ന് അറിയാണ്ടാവുന്നില്ല. ഇനിയിപ്പോൾ വന്നിട്ട് ഇല്ല ഗൈസ്, ഈ സൈഡ് കണ്ട, ഈ സൈഡ് വന്നിട്ട് കുറച്ച് കനമുള്ള പാറയുണ്ട്. ബാക്കി ആ വെള്ളം നിൽക്കുന്ന അവിടെ മണ്ണല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. എന്തായാലും വെള്ളം കണ്ടു, കുഴിയാക്കിയത് ഫുള്ളായി. അത് കുറച്ച് ആഴമുണ്ട് കേട്ടോ, ഇതിൽ കാണുമ്പോൾ അറിയില്ല എന്നുള്ളൂ ഗൈസ്. അപ്പോൾ വാവിച്ച് വെള്ളം കാണും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനും അമ്മയൊക്കെ പറഞ്ഞു എന്തായാലും വെള്ളം കാണും, പേടിക്കണ്ട. പക്ഷെ വാവിച്ചൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും വെള്ളം കണ്ടു, ഉറവ് വരിക. അതെ. അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ കുറച്ചുകൂടെ താഴത്തേക്ക് പോയ ടൈമിൽ പിന്നെയും പാറ കണ്ടു കേട്ടോ. അത് കുറച്ച് പാറകളെടുത്തു. ബാക്കി ഇനിയിപ്പോൾ ഇന്നലെ ഏകദേശം എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇന്നും ബാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ഞാൻ എന്താണ് ഗേറ്റ് തുറന്ന് തുറക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം കാണിച്ചു തരാം. ഇതുണ്ട് ഗൈസ്, അപ്പം അത്യാവശ്യം വെള്ളം കയറാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇപ്പം അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വന്നിട്ട് ഈ വെള്ളം കാര്യങ്ങളൊക്കെ തെക്കിയിട്ട് ഇനിയിപ്പോൾ അടുത്ത പാറയും കാര്യങ്ങളൊക്കെ ബാക്കി എടുക്കാനുള്ളത് എടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒരു ലെവലിൽ കയറുന്നത് കൊണ്ട് നമുക്ക് അവർക്കാണെന്നുണ്ടെങ്കിൽ കോരി ഒഴിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അത്യാവശ്യം കയറിയത് കൊണ്ട് തന്നെ നമുക്ക് കോരി ഒഴിച്ചിട്ട് നടക്കില്ല. കാരണം അത്യാവശ്യം വെള്ളം ഒഴിക്കാൻ തന്നെ നമുക്കൊരു 1/2 ഡേ ഒക്കെ അതിന് പോകും. പിന്നെ പണിയും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ എന്തായാലും വിചാരിച്ച് ഞങ്ങൾ മോട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മോട്ടറും കാര്യങ്ങളൊക്കെ ഇന്നലെ പോയി മേടിച്ചു. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അവിടെ മോട്ടറിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കേണ്ട.
അപ്പോൾ അതാണ് ഇങ്ങനെ വേർതിരിക്കുന്നത്. ഇത്ര നേരം അതിൻ്റെ ബാക്കിലായിരുന്നു. അപ്പോൾ അവിടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ സ്പീഡാവുമല്ലോ. അങ്ങനെ ഫൈനലി കിണർ കുഴിക്കൽ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അതായത് വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി താഴത്തേക്ക് പിന്നെയും എത്തിയിട്ട് പാറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറയായതുകൊണ്ട് തന്നെ മാത്രമല്ല അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതി എന്നാണ് അവർ പറഞ്ഞതിന് കുഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കിണർ കുഴിക്കലും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇന്നലത്തോടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നു. ഇതാ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം അടിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ ഇതാണ്. ഇതിലറിയില്ല നമുക്ക്, ഇത് കുറച്ചുകൂടെ ആഴമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് താഴത്ത് നമുക്ക് ആ പൊട്ടിച്ചുകൊണ്ട് തന്നെ മണ്ണ് ചെറുതായിട്ടുള്ളിൽ ഇങ്ങനെ ഇടിയുന്നത് കൊണ്ട് ഒരു ആവറേജ് വരെ എന്തായാലും ഇന്ന് കെട്ടി നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് കെട്ടാൻ ആൾക്കാർ വരും കേട്ടോ. കല്ലും കാര്യങ്ങളൊക്കെ കെട്ടാൻ വേണ്ടി ആൾക്കാർ വരും. അപ്പോൾ എന്തായാലും അവർ വരുന്നതിന് മുമ്പ് ഞാൻ വന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ അടിച്ചു വിട്ട് അവർക്കൊന്ന് പെട്ടെന്ന് പണിയെടുക്കാമല്ലോ. ഇനി അവർ വന്നിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ അടിക്കാമെന്ന് പിന്നെ അത് ലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ് ഇനിയിപ്പോൾ കെട്ട് തുടങ്ങിയിട്ട് എന്താണ് അപ്ഡേറ്റ് നോക്കാം.